റിനിയേഴ്സ് ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇത് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം പറഞ്ഞ ഞാൻ ബ്രേക്കിലാണ്. ആയിക്കോട്ടെ, ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഓനോടുള്ള ഒരു ബന്ധത്തിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടെന്ന് ഓനക്ക് തോന്നുമോ? അങ്ങനത്തെ ഒരു തോട്ടില്ല. തുണി അയച്ചിട്ട് ബന്ധമാണ്. ഭയങ്കര മാസം ഓഡിയൻസ് ആയി. വെറുതെ ഒരു റീല് കണ്ടിട്ട് ഫോളോ ചെയ്യണവരായി, വെറുതെ ഒരു റീല് കണ്ടിട്ട് ജഡ്ജ് ചെയ്യണവരായി. അവൻ ചെയ്ത മുന്നത്തെ ട്രാക്ക് എന്താണ്, അവന്റെ കോർ എന്താണ് ഒന്നും അറിയാത്ത ഡാപ്സി, ഇലുമിനാണ്ടി ഡാപ്സി. ഈ ഇലുമിനാണ്ടി ഡാപ്സി അറിയണവരാണ് പ്രശ്നം. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, കായ് വൈറലായിട്ടുണ്ട്, ഇതെനിക്ക് കിട്ടാൻ പോകുന്ന ഒരു പണിയിൽ ഒരെണ്ണമായിരിക്കും. ആവശ്യമില്ലാത്ത ഓഡിയൻസ് ഒന്ന് കയറും, എന്നിട്ട് പറയും ഇതൊക്കെ എന്ത് അമ്പര പാട്ടാണ് പാട്ട്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ ഇതിന് വന്ന് കേൾക്കണം എന്തിനാന്ന് ഞാൻ ചോദിക്കണേ. സൗത്തിന്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ്, കക്കാൻ അറിയില്ല നയിപ്പന നയിപ്പ്, ആരാന്റെ കീപ്പട്ട് വന്ന് കൈക്കൂപ്പ്, കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. വീട്ടില് മ്യൂസിക് നടക്കൂല എന്നുള്ളൊരു മൂടായി. ഏകദേശം ഓക്കെ നിൽക്കായിരുന്നു. മൂത്താപ്പ എന്നിട്ട് പറഞ്ഞു, ഈ സാധനം എടുത്ത് ഇരിക്കണമെങ്കിലേ ഇത് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അതോടെ നോ DJ. ഞാൻ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിക്കരുത്. അന്ന് ഫോണിലൂടെയൊക്കെ കരഞ്ഞു വിളിച്ചിരുന്ന അമ്മ ഇപ്പൊ ഹാപ്പി അല്ലേ? പിന്നെ മണി ടോക്സ്. കാലകത്തി വെച്ചപ്പം കരി പിടിച്ച തത്തമ്മ, ആരാന്റെ കീപ്പെട്ട് വന്നൊന്ന് പോയി പണിയെടുത്ത് നോക്ക്, നടക്കൂല. കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. കരി പിടിച്ച തത്തമ്മ മാത്രം ആൾക്കാർ കേട്ടോ. ജിംഖാനയ്ക്ക് വേണ്ടിട്ട് ട്രെയിൻഡ് ആയിട്ടൊരു ബോഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. കുറെ തിന്നാൻ പറ്റി എന്നുള്ളതാണ്. സിനിമാ ജീവിതം എങ്ങനെ പോകണം? രാത്രി ഷൂട്ടില്ലെങ്കിൽ, അതായത് 12 മണിക്ക് ശേഷം ഷൂട്ടില്ലെങ്കിൽ അടിപൊളിയാ. പണിക്ക് പോണ ഒരു ഫീലാ, രസാ. തലച്ചോറൊന്നും അത്ര ഉപയോഗിക്കണ്ട, നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ചാൽ മതി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633888575. ജിംഖാനയ്ക്ക് വേണ്ടിട്ട് ട്രെയിൻഡ് ആയിട്ടൊരു ബോഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. കുറെ തിന്നാൻ പറ്റി എന്നുള്ളതാണ്. അതിലൊന്ന് തടി വെച്ചു. അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഇതിന്റെ വിഷ്വലില്? കാരണം കുറെ ഷർട്ട്ലെസ് ആയിട്ടൊക്കെ അതിൽ ഹെൽപ്പ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രശ്നമായിട്ടുണ്ട്. അതായത് ഇതില് ഭയങ്കര പെയിൻ ആയിരുന്നു റിബില്. അതായത് ഷൂട്ടിന്റെ സമയത്തൊക്കെ ഭയങ്കര സീനായിരുന്നു. എനിക്ക് അത്ര തണുപ്പും പറ്റില്ല യൂഷ്വലി. അപ്പോൾ അത് തടി കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അവിടെ. അപ്പോൾ ഇതേപോലെ ഷൂട്ട് ചെയ്യാനാണെങ്കിലും പറ്റ മോശം തോന്നിക്കാത്ത രീതിയിൽ, കാരണം ഈ ആൾക്കാരെ മുന്നിൽ കൂടെ ഒക്കെ നടന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു തുള്ളി ഇറച്ചി വേണ്ട മേല്, അല്ലെങ്കിൽ തന്നെ ഒരു 5.5 അടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജിംഖാനയുടെ സെറ്റ് ഫുഡും ഷിഫാസിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ കൂടെ അതിനെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂംസിൽ എത്രമാത്രം ബേബീജിന്റെ ഐഡിയാസ് ഉണ്ട് ഇതിൽ? കായിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് സൈഡിലൊരു 30% സ്റ്റൈലിങ് സമയത്ത് എനിക്ക് ഇത് വേണ്ട ഇത് മതി. പിന്നെ അതേപോലെ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്, നമ്മൾ ആ ഒരു ജെറ്റിൽ കയറാൻ പോകുന്ന ടൈമിലൊരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഉണ്ട്, ഒരു മിലിറ്ററി പരിപാടിയൊക്കെ ആയിട്ട്. അത് നമ്മൾ തന്നെ, ഞാൻ തന്നെ ചെയ്തു. അതിപ്പോ ഉണ്ടോ കയ്യില്? അതെന്താ എല്ലാം ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ MSB അവിടെ പഠിച്ച് അവിടെ വർക്ക് ചെയ്യുന്നവര്. അപ്പൊ അതിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യാനൊക്കെ എനിക്ക് ഇത് വേണ്ട ഇത് വർക്കാവും, അത്രേ ഉള്ളൂ. ഒരു 30%, 35, 40 പറയാൻ പറ്റില്ല, 30-35% കിട്ടും. ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്? റോൾസ് റോയ്സിൽ ഇങ്ങനെ വന്നിട്ട് ഒരാൾ വന്ന് ഡോർ തുറന്നു വരുമ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും സ്റ്റൈലില്, അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഈ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഓയില്ലല്ലോ. നമ്മളെന്താ വെച്ചാൽ പണ്ടത്തെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കാർ, ഒരു മൊബൈൽ കട. അയ്യോടാ, നമ്മളതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയൊന്നും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു തോട്ടിൻ്റെ ഒരു വളർച്ച ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കറിഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല, നല്ല രസമുണ്ട് ഫ്രെയിമിൽ. അങ്ങനെ കഷ്ടപ്പെട്ട് സമ്മതിച്ചാന്നല്ല പറഞ്ഞത്, അടിപൊളിയായിരുന്നു പരിപാടി. അവരെ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ നൈസായിരുന്നു. റോൾസ് റോയ്സ് വരുന്ന പോർഷൻ ബാക്കിൽ കായൊന്ന് പാടാൻ പറ്റുമോ? കായ് ഏത് പോർഷനാണ് നമുക്കിപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ആ വരി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സൗത്തിന്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ്, കക്കാൻ അറിയില്ല നയിപ്പന നയിപ്പ്, ആരാന്റെ കീപ്പട്ട് വന്ന് കൈക്കൂപ്പ്, കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. സൗത്തിന്റെ കീശക്ക് കായ്ക്ക് ക്യാഷിന് സ്കോപ്പ് ഉണ്ട്, കക്കാൻ അറിയില്ല നമ്മൾ പണിയെടുക്കുന്നതാണ്. ആരാന്റെ കീപ്പട്ട് വന്നൊന്ന് പോയി പണിയെടുത്ത് നോക്ക്, നടക്കൂല. കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ് എന്നുള്ളൊരു ഇതാണ് അതിൽ പോണത്. കരി പിടിച്ച തത്തമ്മ മാത്രം ആൾക്കാർ കേട്ടോ. അതങ്ങനെയാണ്. സിനിമാ ജീവിതം എങ്ങനെ പോകണം? സിനിമാ ജീവിതവും സത്യം പറഞ്ഞു കഴിഞ്ഞാല് രാത്രി ഷൂട്ടില്ലെങ്കിൽ, അതായത് 12 മണിക്ക് ശേഷം ഷൂട്ടില്ലെങ്കിൽ അടിപൊളിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോണൊരു ഫീലാ, രസാ. തലച്ചോറൊന്നും അത്ര
ഉപയോഗിക്കണ്ട. നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ചാൽ മതി. ചില്ലായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നി. ഐ മീൻ എനിക്ക് കിട്ടിയത് എനിക്ക് ആ ഒരു ഈ ട്രാക്കൊക്കെ ഇറക്കിയിട്ട് അത്രയും ഒരു എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ട് ആൾക്കാർ കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം മേ ബി സ്ട്രഗിൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിൻ്റെ ഈ ഒരു അഭിനയം എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതൊരു മീഡിയം ഒരു ആക്ടറിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സമാധാനമുള്ള ഒരു കാര്യമാണ്. തലച്ചോറ് അത്ര പ്രവർത്തിക്കണ്ട. ഞാൻ ഇതിനങ്ങനെ പുച്ഛിച്ച് കാണല്ല. ഇത് മറ്റേത് നമ്മൾ ബീറ്റ് ലിറിക്സ് അത് ഇത് എന്നുള്ളൊരു ഇതിലാണല്ലോ. ഇത് പോവുക എനിക്ക് തിരിച്ചു വരിക. ജിംഖാന ശേഷം എന്തൊക്കെയാണ് വരുന്ന റെസ്പോൺസ്? ആളുകളെ എങ്ങനെയാ ആക്ടിങ്ങിനെ വിലയിരുത്തി തോന്നുന്നത്? നിങ്ങള് നേരത്തെ ആ ഒരു കായ് ഇറക്കിയിട്ട് നാട്ടിലുണ്ടായ ചീത്തപ്പേര് മാറി. ഓ, ഇനി പാട്ടെന്താ ഇതുണ്ട്, അങ്ങനെ വല്ല സിനിമയിലൊക്കെ അഭിനയിച്ചാൽ മതി. കാരണം അവരുടെ അടുത്തൊക്കെ ഫാമിലീസൊക്കെ ചോദിക്കുന്നുണ്ടാവേ മറ്റേ അതിങ്ങനെ ഇങ്ങനെ. അപ്പം നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒന്നുകൂടെ ഒരു ഭയങ്കര പോസിറ്റീവ് ഉണ്ണിമുഖത്തിലേക്ക് കയറാനുള്ളൊരു വഴിയൊക്കെ കാണുന്നുണ്ട് പടത്തിൽ നിന്ന്. പക്ഷെ നമുക്ക് നമ്മുടെ സൈഡ് പിടിച്ചല്ലേ പറ്റുള്ളൂ. ഡിജെക്കുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ബോംബ് പൊട്ടിയാലും കുലുങ്ങാത്ത പോലത്തെ ഉള്ള നിപ്പ്. അതെ ഒരു അത് സ്വന്തം വന്ന ഐഡിയ അതോ അത് കാലത്ത് റഹ്മാൻ പറഞ്ഞു? ഇല്ല, റഹ്മാൻക ആദ്യം ആള് നമ്മളൊന്ന് വീക്ഷിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ നിന്റെ ക്യാരക്ടർ അങ്ങനെ പിടിച്ചോന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഡി ജെ എന്ന് പറഞ്ഞത് കുറച്ച് ലൈൻസ് തന്നു, ഇതാണ് ഡി ജെ മൊത്തത്തിൽ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ഒന്നും കൂടെ ഒരു ക്യാരക്ടറിലേക്ക് വന്നു. അപ്പം ചില സമയത്ത് ഒരു ഓവർ ഹൈപ്പായിട്ട് പോണ സമയത്ത് റഹ്മാൻക പറയും എന്ന് പറയും. അപ്പോൾ നമ്മളൊന്ന് താത്തിപ്പിടിക്കും. കാരണം മിനിമലായിട്ടാണല്ലോ എക്സ്പ്രഷൻസ് ഇടുന്നത്. ആകെ 2-4 എക്സ്പ്രഷൻസോ കുറച്ച് സാധനങ്ങളുള്ളൂ. പുച്ഛം, വെറും പുച്ഛം, അതിഗംഭീര പുച്ഛം, ആ ഒരു സാധനമാണല്ലോ. പിന്നെ അതിൽ കൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു കോമഡി അറിയാണ്ട് വന്ന് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ആക്ച്വലി കോമഡി ആണെന്നുള്ളത്. പിന്നെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം പിടിക്കുന്നത് ഇങ്ങനെയല്ലേ എന്നുള്ളൊരു സാധനത്തില്. അപ്പൊ അത് ആളെ ബ്രില്യൻസ് അല്ലെങ്കിൽ ആളെ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ നിരീക്ഷണ അതിലെ ആള് മെരുക്കിയെടുത്തൊരു ക്യാരക്ടർ ആയിരിക്കാം ഡി ജെ എന്ന് പറഞ്ഞത്. ഡി ജെ ഗുസ്തി മാറ്റി ബോക്സിംഗ് പഠിക്കാൻ പോവാന്ന് പറയുന്നിടത്താണ് ജിംഖാനയ്ക്ക് മറ്റൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ. ശരിക്കും ഇപ്പൊ ആർപ്പോഴും ജിംഖാനയ്ക്ക് ഒരു രണ്ടാമാവൻ വേണ്ടതല്ലേ ഡി ജെ ബോക്സിംഗ് പഠിക്കുന്നതിന്? അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാണിക്കേണ്ടി വരും. ദീപക്കേട്ടൻ, ഹരിപ്പാട് ദീപക്കേട്ടൻ്റെ അംഗം, കോച്ചിൻ്റെ അംഗം, പിന്നെ ഇത് അതേപോലെ തന്നെ ലെസ്ലിൻ്റെ, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നത്. എനിക്കറിയില്ല. രണ്ടാം ഭാഗം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മാൻക്ക് ഇറക്കും, ഇല്ലെങ്കിൽ അത് കാണാനും പോടില്ല ആരും. അങ്ങനത്തെ ഒരു ഇതിലല്ലേ. റാപ്പ് സീനിൽ ശരിക്കും ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നതിൽ പ്രധാനികളായിട്ട് പലപ്പോഴും ആളുകൾ പറയുന്ന ആളുകളാണ് വേടൻ, ഡാപ്സി, ബേബി ജീൻ, നീരജ് മാധവ്, ഒരുപാട് പേര്. അപ്പം ഇതിൽ ഇവരൊക്കെ ആയിട്ടുള്ള ജേണി ഏത് പോയിന്റോട്ട് സ്റ്റാർട്ട് ചെയ്തത്? ഇവരിലൊക്കെ ശരിക്കും അതിശയിപ്പിച്ച മൊമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ആസ് എ പേഴ്സൺ ഡാപ്സിയിൽ എന്താ ശരിക്കും ഇഷ്ടപ്പെട്ടെ? ഡാപ്സിയിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഫാഷൻ ചെയ്യാണ് ഡാപ്സി. പക്ഷെ നമ്മൾ ഫസ്റ്റ് എറണാകുളത്ത് പെർഫോം ചെയ്യാൻ എനിക്ക് അവൻ്റെ കൂടെ എനിക്കും പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതായത് പക്ഷെ ഞാൻ അവനിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത സമയത്ത് നമ്മൾ ഒരേ നാട്ടുകാരാണ് അറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞല്ലോ. അതിന് മുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഭയങ്കര കുറേ കാര്യങ്ങളൊന്നുമില്ല, അത് റിയലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഒരുവിധമൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫാഷൻ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് തന്നെ നല്ലപോലെ അറിയില്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കഷ്ടപ്പെട്ടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിഷ് അത് ഇങ്ങനെയല്ല, നമ്മുടെ ബെഞ്ചിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കാര്യമായിട്ട് പറഞ്ഞു ഹാബിഷ് അത് ശരിക്ക് ലാറ്റിൻ ഇതിൽ കുൾഫാണ്ട്രി പറയേണ്ടത് അപ്പം ഞാൻ പറയും മനസ്സിലാവാൻ ഞാനാകെ വല്ല പടത്തിൽ നിന്നൊക്കെ എടുത്ത് പഠിക്കണേ. അപ്പം ഞാൻ അങ്ങനെ കുറച്ചിങ്ങനെ തിരിഞ്ഞു വരായിരുന്നു. ഓക്കെ, ഹാവ് ടു ബിഹേവ് ലൈക്ക് ദിസ്, ഹാവ് ടു പ്രൊനൗൺസ് എ വേർഡ് ലൈക്ക് ദിസ്, ഇഫ് യു അങ്ങനെ കുറേ കാര്യത്തിലേക്ക് കണ്ട് പോയിരുന്നു. നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഇതാണെങ്കിലും മലപ്പുറം സ്ലാങ് ആണെങ്കിലും കുറേയൊക്കെ കുറച്ച് ഇൻസെക്യൂർഡ് ആയിരുന്നു. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇംഗ്ലീഷ് തന്നെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതിൻ്റെ കൂടെ ഇമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ. ഇപ്പോൾ അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബന്ധാന എഴുതുമ്പോഴും അതിന് മുന്നേ ഞാൻ ഇപ്പോൾ ബന്ധാന എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ അതേപോലെ കുറേ പേരെ കണ്ടു എഴുതാണ്
കുടിക്കുന്ന കഞ്ഞിക്ക് വക ഇല്ലാണ്ട് ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു നാറ്റീവ് സാധനം കൂടെ പിടിക്കുക, അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. എല്ലാവരും സ്ലാങ്ങാണ് പറയുന്നത്, അതാണല്ലോ. ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് ഡാപ്സിനെ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്ത് ഒരു റിയൽ ആയിട്ടിരിക്കുന്ന ശീലങ്ങളിൽ റിയൽ ആയിട്ടിരിക്കുന്ന ഒരു ആളാണ്. നമ്മുടെ മലയാള സിനിമയിൽ മലബാർ സ്ലാങ്ങും മലബാർ സംസ്കാരം കുറച്ച് ഓവർഡു ചെയ്തിട്ട് പലപ്പോഴും കാണിച്ചായിരുന്നു. ഭാഷ ഉൾപ്പെടെ ഈ എന്താണ്ടാ ഇവിടെ നടക്കണ്, അങ്ങനെയല്ല പലപ്പോഴും മലപ്പുറത്ത് ആളുകൾ സംസാരിക്കാറ്. ഈ ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു എന്ന് പറഞ്ഞിട്ട് അത് നീട്ടി പറയുന്നത് പോലെ തന്നെയായിരുന്നു മലബാർ സ്ലാങ്ങിനെ പലപ്പോഴും കുറച്ച് ഓവർഡു കാണിച്ചിരുന്നത്. ഡാപ്സിയും ബേബിജിയും സീനിൽ വന്നപ്പോൾ ഇതിനൊരു ഭംഗിയുണ്ടെന്നും ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു വൊക്കാബുലറി ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു തോന്നിയിരുന്നോ? അതായത് ചുറ്റും മലബാർ സ്ലാങ് അങ്ങനെയല്ല കാണേണ്ടത്, ഔട്ട്ലുക്ക് കുറച്ച് മാറേണ്ടതായിരുന്നു എന്ന് തോന്നിയ സമയങ്ങളുണ്ടോ? അതായത് നമ്മളിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ ഇതിലാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പണ്ടത്തെ പടത്തിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു അറിവുള്ള നിരീക്ഷണം എങ്ങനെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പക്കെങ്കിൽ അല്ലെങ്കിൽ പക്ഷെ അത് അവർ പുറത്തുനിന്ന് നോക്കിയിട്ട് അവിടുന്ന് എടുക്കുന്ന വാക്കുകളാണ്. അവിടുന്ന് ആൾക്കാർ വന്നിട്ട് പടം എടുക്കുകയാണെങ്കിലും അത് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ പടം എടുക്കണം. കാരണം പടമാണ് എടുക്കുന്നത്, അത് 10,000 അല്ലെങ്കിൽ 10,000 ആൾക്കാർ അടങ്ങിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പം എൻ്റെ ഒരു സ്വയം ഇഷ്ടം എനിക്കൊരു പടത്തിൽ കൊണ്ടുവരുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഈവൻ ഒരു നാട്ടിലത്തെ ഒതുങ്ങിക്കൂടിയ പടമാണെങ്കിലും കുറേയൊക്കെ സ്ക്രിപ്റ്റിലൊക്കെ മാറ്റും. ഇത് മനസ്സിലാവൂടാ എന്ന് ചോദിക്കാനൊരു 10 ആൾക്കാരെങ്കിലും ഉണ്ടാവൂലേ. നമ്മളടുത്ത് അങ്ങനെ ചോദിക്കാൻ ആരുമില്ലല്ലോ. അപ്പം എനിക്കിങ്ങനെ കുറേ ഞാൻ ആൾക്കാരെ കണ്ടു, ഡാപ്സിനെ കണ്ടു, മലപ്പുറം സൈഡിൽ നിന്ന്, അതേപോലെ നമ്മുടെ നിഷാം എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഒരു സ്ലാങ്ങിൽ നിൽക്കുന്നുണ്ട്, അതായത് നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 22 വയസ്സുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ കിട്ടിയതിൻ്റെ ഇതിൽ ഞാനിങ്ങനെ എഴുതുമ്പോൾ ഓക്കെ ഇങ്ങനെ എഴുതാം, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഫ്ലെക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ സാധനത്തിൽ. അപ്പോൾ അത് പുറത്തേക്ക് വരുന്നു, ഒരു ട്രാക്കായിട്ട് പുറത്തേക്ക് വരുന്നു, അത് 4 ആൾക്കാർ കേൾക്കാനിടെ 4-8 ആവുകയും അത് കുറേ അങ്ങനെ ആയി. അപ്പം നമുക്ക് നമ്മുടെ ഭാഷേനെ കുറിച്ചിട്ട് ഓക്കെ ഇതിങ്ങനെയാണെന്നുള്ള പറഞ്ഞു കൊടുക്കാനുള്ള വേദി കിട്ടുക, അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം ഉള്ളൊരു കാര്യമാണ്. കുറേ കാഴ്ചപ്പാട് മാറ്റാൻ പറ്റി, നമ്മളെ കൊണ്ടൊരു ഇത്തിരി കുറേ കാഴ്ചപ്പാട് മാറ്റാൻ പറ്റി എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ഇനിയിപ്പോൾ സാച്ചുറേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് മലബാർ സ്ലാങ് എന്നുള്ളത്. കാരണം ഇത് നല്ല ക്യാച്ച് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതെ, തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞ മണിച്ചേട്ടൻ മരിച്ച സമയത്ത് തൃശ്ശൂർ പൂരത്തിന് കംപ്ലീറ്റ് മണിച്ചേട്ടൻ്റെ കേസറ്റ് ആയിരുന്നു. ഇപ്പം എത്ര പേര് വെക്കുന്നുണ്ട് മണിച്ചേട്ടൻ്റെ കേസറ്റ്. അപ്പം ആ ഒരു സാധനം എന്താ പറയുക, തന്ത്രപരമായിട്ട് ഓക്കെ ഇത് ആൾക്കാർക്ക് ഇഷ്ടാട്ടാ അങ്ങനെ അറിഞ്ഞിട്ട് ഇപ്പം ഇജ്ജ് കുജ്ജ് വജ്ജ് എന്താണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതുണ്ട്. അപ്പം അത് നല്ലതും വരുന്നുണ്ട്. സോളില്ലെങ്കിൽ കുയ്യ് വീണ് പോവും എന്നുള്ളൊരു സാധനം നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു സ്ലാങ്ങിനെ ഇങ്ങനെ കുറച്ച് ഇപ്പോഴത്തെ സൈഡിൽ നിന്നാണെങ്കിൽ മാപ്പിളപ്പാട്ടാണ്. അതേപോലെ വേറെ സാധനം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിളപ്പാട്ട്. സംഭവം കേട്ട അടിപൊളിയാണ് റാപ്പിളപ്പാട്ട്. പല രീതിയിൽ ചൂഷണങ്ങൾ ഇപ്പോഴും ചെറുപ്പക്കാരുടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സ്ലാങ്ങിനെ ആണെങ്കിൽ നിങ്ങൾ എന്താ ഒന്നും മനസ്സിലാവില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉണ്ടാവും. ഈ ഡാപ്സിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ സ്പേസസിൽ ഒരു ഭയങ്കര വെട്ടുക്കിളി ആക്രമണം നേരിട്ടിട്ടുണ്ട്. എല്ലാവരും എല്ലാ സൈഡിൽ നിന്നും അങ്ങ് ആക്രമിക്കുക, ഒന്നും തിരിച്ചു പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൂട്ടാക്രമണം എന്ന് തന്നെ പറയാം. അപ്പോഴാ പുള്ളി ബ്രേക്ക് എടുത്ത് ഹാല് പോലൊരു ട്രാക്കായിട്ട് വരുന്നത്. എല്ലാവരും പിന്നെ എണീറ്റ് നിന്ന് മേടിച്ചു, എന്തൊരു മനുഷ്യനാണ്, എന്ത് കിട്ടില്ല വോയിസ് ആണ് എന്നുള്ളത്. ഈ ആക്രമണം നേരിട്ട സമയത്തും ഈ തിരിച്ചു വരുന്ന സമയത്ത് എവിടെയെങ്കിലും ബേബിജിയും പോയിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച സമയമുണ്ടോ? ഞാൻ ഇതിന് ശേഷം, അതായത് ഇറിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. അതായത് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, അപ്പം പറഞ്ഞ ഞാൻ ബ്രേക്കിലാണ്, ആയിക്കോട്ടെ നമ്മളങ്ങനെ മറ്റേ നീ ഓക്കെ ആണോ, ഫോൺ വെക്കുമ്പോൾ ടേക്ക് കെയർ, നമ്മൾ അവിടുന്ന് അങ്ങനെ ശീലിച്ചല്ലേ. എനിക്കറിയാം ഓനോ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ബ്രേക്ക് വേണമെങ്കിൽ അല്ലാണ്ട് ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഓനോടുള്ളൊരു ബന്ധത്തിൽ എന്തെങ്കിലും അകൽച്ചുണ്ടെന്ന് ഓനക്ക് തോന്നുമോ, അങ്ങനത്തെ ഒരു തോട്ടില്ല. തുണി അയച്ചിട്ട് ബന്ധമാണ്. അതായത് അതിപ്പോൾ ഏറിപ്പോയി കഴിഞ്ഞാലും അത് ഇത്ര ഇന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു 5 കോടി കൊടുത്താലും എനിക്ക് ഇടങ്ങറുണ്ടാക്കുന്ന കാര്യമൊന്നും ചെയ്യില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മെസ്സേജ് അപ്പോൾ കുറച്ച് സമയം വേണം പറഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമില്ല എൻ്റെ വൈക്ക് ആയിക്കോട്ടെ. ഇത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറപ്പായിരുന്നു കുഴി ചെന്ന് ചാടുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി ചെന്ന് ചാടണമല്ല, ഇത് കുറേ കുഴി ഉണ്ടാവും അതിൽ എളുപ്പം. കാരണം ഇപ്പം ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഭയങ്കര റിയൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. കുറേ കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുകയും
അപ്പോൾ കുറേ ആൾക്കാർ അന്ധമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യം അതിൻ്റെ കൂടെ ഭയങ്കര മാസം ഓഡിയൻസായി. വെറുതെ ഒരു റീല് കണ്ടിട്ട് ഫോളോ ചെയ്യണവരായി, വെറുതെ ഒരു റീല് കണ്ടിട്ട് ജഡ്ജ് ചെയ്യണവരായി. അവൻ ചെയ്ത മുന്നത്തെ ട്രാക്ക് എന്താണ്, അവൻ്റെ കോർ എന്താണ് ഒന്നും അറിയാത്ത ഡാപ്സി, ഇലുമിനാണ്ടി ഡാപ്സി. ഈ ഇലുമിനാണ്ടി ഡാപ്സി അറിയണവരാണ് പ്രശ്നം. ഇവനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല. അതായത് ഇപ്പോൾ ഒരു കോൺസേർട്ടിനാണെന്നുണ്ടെങ്കിലും റാപ്പ് എന്നുള്ളൊരു കൾച്ചറെ എന്താണോ അതെല്ലാം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അതിൻ്റെ ഒക്കെ ഒരു മിക്സ്ഡ് പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റാപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു കോൺസേർട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ വാണബി അല്ലെങ്കിൽ ഫോളോ ചെയ്യണം എന്നല്ല പറഞ്ഞത്, അതിൻ്റെ ഒരു ശരാശരി സൈഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പല രീതിയിൽ ഓഡിയൻസ് മാറിപ്പോവുകയും അതിന് ജഡ്ജ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം അതൊക്കെ ഇങ്ങനെ കൊണ്ടും കൊടുത്തും കിട്ടിയും ആൾക്കാർ പല രീതിക്ക് അങ്ങനെ മാറി വരും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്തും ഇറക്കുന്ന സമയത്തും ഇപ്പോൾ തിരുമാലയാണെങ്കിലും ഫെജു ആണെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് അക്കാഡമിക്സ് ആണെങ്കിലും ഇത് നമുക്കുള്ള അറ്റ്ലീസ്റ്റ് ഞാൻ വന്ന് എനിക്കിവിടെ റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ട്, ബീറ്റ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കുറച്ച് കണ്ണിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഇത് ഹൈപ്പ് ഈ സാധനം ഇവിടെ ആയിട്ടില്ലെങ്കിൽ പോലും പരിപാടി ഇവിടെ ഉണ്ട്. ഇവർ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളമാണ് ഈ സാധനങ്ങൾ. അപ്പം അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല. സ്റ്റിൽ ദ സെക്സിയസ്റ്റ് പാർട്ടീസ് അവരിപ്പോഴും ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. നോട്ട് ഈസി. ഇനിയും കുറേ കാര്യങ്ങൾ എന്താ പറയുക ആൾക്കാർ മനസ്സിലാക്കാനുണ്ട്, അത് ഞാനും പഠിക്കാനുണ്ട് എന്നുള്ളൊരു ഇതിലാണ്. ഇപ്പോൾ ഈ വൈറലായി പോകുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഫെജോ ആണെങ്കിലും തിരുമാലയാണെങ്കിലും അവർ എഴുതുന്ന സമയത്ത് നീഷ് ഓഡിയൻസ് ആണ്, നമ്മൾ എഴുതുന്ന സമയത്ത് നീഷ് ഓഡിയൻസ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റീല് കണ്ടിട്ടും ട്രെൻഡിങ് ആയി കണ്ടിട്ടും വരുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് കായ് വൈറലായിട്ടുണ്ട്, ഇത് എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു പണിയിൽ ഒരെണ്ണമായിരിക്കും. കാരണം ആവശ്യമില്ലാത്ത ഓഡിയൻസ് ഒന്ന് കയറും. അപ്പോൾ നമുക്ക് എന്നിട്ട് പറയും ഇതൊക്കെ എന്ത് അമ്പര പാട്ടാണ് പാട്ട്, അവർക്ക് ഗാനമേളയാണ് വേണ്ടത്. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് വന്ന് കേൾക്കണം എന്തിനാന്ന് ഞാൻ ചോദിക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളർന്ന പാട്ടുകളാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അല്ലേ? ഇന്ത്യയിൽ കോൾഡ് പ്ലേ വന്നു, ഞാൻ നോക്കുമ്പോൾ ഭയങ്കര പരിപാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് കോൾഡ് പ്ലേ ഇന്ത്യയിൽ വരുന്നുണ്ട്, തായ്ലാൻഡിൽ വരുന്നുണ്ട് പറയുമ്പോഴാണ് കോൾഡ് പ്ലേ എന്താണെന്ന് ഞാൻ അറിയണത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും അറിവില്ല. ഞാൻ പറഞ്ഞത് കോൾഡ് പ്ലേ ആരും കൂടെ അല്ല, നമുക്കിതൊന്നും അറിയാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പം നമ്മളെന്താണോ കേട്ടു വളർന്നത്, ഞാൻ ദിൽഹെ ഫാത്തിമയുടെ റെമിക്സും അല്ലെങ്കിൽ പണി പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ നമ്മളെ കുറച്ച് വൈശാഖ സന്ധ്യയും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സിനിമ പാട്ടുകൾ, അതാണ് എൻ്റെ റൊട്ടീനും എൻ്റെ ശീലവും. അപ്പം എനിക്കിപ്പോൾ അതെ ഡിഗ്രി പട്ടാളം ചില്ലിക്കാണെങ്കിൽ അപ്പോൾ പക്ഷെ ഞാൻ ഹിപ്പോപ്പും കേൾക്കും, അത് എൻ്റെ വേറെ തലം. അപ്പം ഓരോരുത്തർക്ക് ജനിച്ചു വളർന്നുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടത് എന്താണ് അത് മൈൻഡിൽ നിൽക്കും. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതൊക്കെ പെട്ടെന്നൊരു മാറ്റം വരികയാണ്. സിനിമയിൽ പാട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാട്ടിനായിട്ട് മറ്റേ ന്യൂയോർക്കിൽ പോയിട്ട് ഷൂട്ട് ചെയ്യണില്ല നടനും നടിയും, സിറ്റുവേഷനിലായിട്ട് പാട്ട് പുറത്തേക്ക് വന്നു തുടങ്ങി സിനിമയുടെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇവർ കേട്ട് ശീലിച്ച ഒരു സാധനങ്ങളല്ല ഇപ്പോൾ കേൾക്കുന്നത്, ഇപ്പോൾ ടട്ട പറഞ്ഞുള്ള സാധനങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മൊബൈൽ കട ഇടില്ല, ഗൾഫ് പോവില്ല എന്ന് തീരുമാനിച്ച മലബാറുകാരൻ എപ്പോഴാണ് ഉണ്ടായത്? ഇല്ല, എനിക്ക് തോന്നുന്നത് ഗൾഫിൽ പോകാനൊന്നും അങ്ങനെ മുന്നേ ഉണ്ടായിരുന്നില്ല, ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം വാപ്പ അങ്ങനെ ഗൾഫിൽ പോവാ, വാപ്പ നാട്ടിൽ നിൽക്കുക, ഉള്ളതാണെങ്കിലും നാട്ടിൽ നിൽക്കുക എന്നുള്ളൊരു മൂഡ് പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കും അങ്ങനെ ഗൾഫിൽ പോയിട്ട് ആക്കണം എന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ടൈമിലൊക്കെ ഗൾഫ് എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമുക്കിങ്ങനെ, പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാഷൻ എന്നുള്ളൊരു തോട്ട് ഭയങ്കരമായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഒരു 7th തൊട്ടിട്ടേ ഫാഷൻ ചെയ്യണം, അതിന് റിലേറ്റഡ് ആയിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഫാഷൻ ഡിസൈനർ ആവണം. പിന്നെ കാണുന്നത് ചോക്ലേറ്റിലെ ജയസൂര്യ ചേട്ടനെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റെഫറൻസ് ഫാഷൻ ഡിസൈൻ. ഇല്ലില്ല, എനിക്കിപ്പോഴും ഓർമ്മ പറയണം. അല്ല, നിങ്ങളായിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പുതിയ ഫാഷൻ ഇറക്കണ മെയിൻ? ഇതാ മറ്റേ നമ്മളന്ന് എനിക്ക് പാകമുള്ള ടീഷർട്ട് പോലും കിട്ടൂലല്ലോ അന്ന്. നല്ല ട്രെൻഡിങ് ഇറങ്ങണ സാധനം നമുക്ക് പാകം ഉണ്ടാവില്ല. അന്ന് വളരെ ചെറുതല്ലേ. അപ്പോൾ അപ്പത്തെ ഒരു പ്രമാണി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാപ്സിയാ. അന്നൊക്കെ അറിയില്ലാത്ത പേരാന്നുള്ളത്.
ഇവൻ +2 മറ്റേ പച്ച കോൺവേഴ്സ്, പിങ്ക് കോൺവേഴ്സ്, സ്കിൻ ഫിറ്റ് പാൻറ്, മറ്റേ സ്ലിംഗ് ബാഗ്, മുടി. ഇവനും എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട് വരും. ഇവർ +2, ഞാനന്ന് 6ാം ക്ലാസ്, 6-5 കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കാണുമോ. അന്ന് ആ ഒരു ടൈമിലാണ് മറ്റേ ഈ മെൻസിനായിട്ട് ഷോപ്പുകൾ വന്നു തുടങ്ങുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു ആ ഒരു സമയം. പക്ഷെ ആ ഒരു തുടങ്ങുന്ന സമയം നമുക്കൊന്നും ട്രെൻഡ് സെറ്റർ ഒന്നും ആവാൻ പറ്റാത്ത, നോക്കി നിൽക്കുക, പൈസ ഇല്ല, ശരീരവും ഇല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അന്നൊക്കെ പണിക്ക് പോയിട്ട് തന്നെ നല്ല ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ മാക്സിമം ആ ഒരു അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. ബെറ്റർ സ്റ്റൈലൊക്കെ കൊണ്ടുവരാം. പടത്തിലത്തെ റെഫറൻസ് ഒക്കെ വളരെ കുറവാണ്. പടത്തിലത്തെ റെഫറൻസ് ഒക്കെ ചോക്ലേറ്റ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെച്ചാൽ അത് നമ്മൾ കൂടുതലും ഇങ്ങനെ നാട്ടിലിറങ്ങുന്ന ട്രെൻഡ്, അതിന്റെ ഏറ്റവും ടോപ്പ് നോച്ച് പരിപാടി പിടിക്കാൻ നോക്കുക എന്നുള്ളതായിരുന്നു സ്റ്റാർട്ടിങ് ഒരു സ്പാർക്കൊക്കെ. പിന്നെ ഒരു 7th ഒക്കെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. പിന്നെ ഒരു 9ാം ക്ലാസ് എത്തിയപ്പോൾ ഒരു മ്യൂസിക്കിലോട്ടൊരു ചായ്വ് വന്നു. ആ സമയത്തൊക്കെയാണ് നമുക്കൊരു മ്യൂസിക് യൂട്യൂബ് പരിപാടിയൊക്കെ ആക്സസ് ഒക്കെ കിട്ടുന്നത്, ഫ്രണ്ട്സിൻ്റെ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ആ ഒരു പരിപാടി, അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കണം, DJ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതും നമ്മളെ നാട്ടിലന്ന് DJ പരിപാടി ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ, DJ ആവുക എന്നുള്ളത്. അതിൽ നിന്നാണ് മ്യൂസിക്ക് എത്തി നോക്കണത്. അപ്പോൾ അതിൽ നിന്ന് എഞ്ചിനീയറിംഗ് പരിപാടി കിട്ടി. വീട്ടിൽ അങ്ങനെ മ്യൂസിക് പരിപാടി നടക്കില്ല എന്നുള്ളൊരു മൂടായി. ഏകദേശം ഓക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വകയിലൊരു മൂത്താപ്പം എന്നിട്ട് പറഞ്ഞു, ഈ സാധനം എടുത്ത് ഇരിക്കണമെങ്കിലേ ഇത് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അതോടെ നോ DJ. ഞാനൊരുവിധം ഇത് എന്താ പറയാ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിക്കരുത്. ഇപ്പോഴും ആളുകൾക്ക് വലിയ രീതിയിൽ ഒരു പൊതുസമൂഹത്തിൽ തന്നെ അങ്ങനെ ഒരു അബദ്ധധാരണയോ അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട്. അതായത് റാപ്പേഴ്സ്, പെർഫോമേഴ്സ്, DJകൾ അവർ ഡ്രഗ്സിലധികം റിലേ ചെയ്യുന്നുണ്ട്. ഡ്രഗ്സ് ആണ് ഇവരുടെ ഈ ഒരു ശരീരത്തിന്റെ ആവേശത്തിന്റെ കാരണം ഒരു ഭയങ്കരമായൊരു ധാരണയുണ്ട്. അത് ഉടനെ മാറുമെന്ന് എനിക്കറിയില്ല. അത് മാറണം എന്നുള്ളതൊരു വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ അതിന് പറയാ, അതിനൊരു ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതൊന്നും ഇല്ലാണ്ട് പണിയെടുക്കുന്നവരുണ്ട്, പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് പണിയെടുക്കുന്നവരുണ്ട്. ഒരു മദ്യപാനിയുടെ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യൻ്റെ മകൻ ഒരു എന്താ പറയുക ഒരു ഡോക്ടറാവുന്നുണ്ട്, ഡോക്ടറിൻ്റെ മകൻ ഒരു കുറ്റകൃത്യനാവുന്നുണ്ട്. അപ്പോൾ നമ്മളെ റിയാലിറ്റി നമ്മളെങ്ങനെ എടുക്കുന്നു, നമ്മളതിനെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ. പ്രകൃതിനെ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരനെ, കോൺസിക്വൻസസിനെ, അതിനൊക്കെ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു അതനുസരിച്ചിരിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ പല സൈഡും ഉണ്ടല്ലോ അതിന്. നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഓക്കെ നാളെ ലഹരി വേണ്ട, ഇത് വേണ്ട, അങ്ങനെ സമരം ചെയ്തിട്ട് മാക്സിമം ആൾക്കാർ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഗാന്ധിജി കണ്ട കിനാശേരി. അങ്ങനെ ആവാൻ എപ്പോഴും ആഗ്രഹമുണ്ട്. ആൾക്കാരെപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക, ബാക്കിയുള്ള ആൾക്കാരോട് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക എന്നുള്ള ഒരു പരിപാടി എല്ലാവർക്കും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നൈസായിരിക്കും. ഫെജോന്റെ കൂട്ടിലിട്ട് തത്ത കേൾക്കുന്നു, തിരുമാലയുടെ അവസ്ഥ കേൾക്കുന്നു. ആ സമയം എപ്പോഴാ? കൂട്ടിലിട്ട് തത്ത ഞാനൊക്കെ ഒരുപാട് കുറച്ച് വൈകിട്ടാണ് കേട്ടത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഇതിലോട്ടുള്ളൊരു ആക്സസും പരിപാടിയും, പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട്. പിന്നെ അവസ്ഥ കേട്ട പീരീഡ്, 2 പീരീഡ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ കൊച്ചിക്ക് വരുന്നേക്കാൾ മുമ്പ് വരെ ട്രാക്ക് കേട്ടിട്ടുണ്ട്. ഞാൻ തിരുമാലിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫെജോക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊളാബറേറ്റ് ഒന്നുമല്ല, അതായത് ഞാനന്ന് ഇങ്ങനെ എഴുതുമായിരുന്നു ഒരു പാരഗ്രാഫ്. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് ഞാൻ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. ഇതിൽ അന്ന് എനിക്ക് ബീറ്റ് എന്താ, അത് എങ്ങനെയാണിത് ഒന്നും അറിയില്ല. അപ്പം ഇതിങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ള ഇതിൽ ഞാൻ 2 പേർക്ക് അയച്ചിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അവരന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ മനഃപൂർവ്വം കണ്ടിട്ട് ഒഴിവാക്കുന്ന അങ്ങനത്തെ ഇതല്ല. കുറേ മെസ്സേജസ് കുറേ വരുന്നുണ്ടാവുമല്ലോ, അന്ന് എസ്പെഷ്യലി വരുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ 2 പേർക്കൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് നോക്കിയിരുന്നു. ഫെജോനെ നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ എന്താ മനസ്സിലായത്? നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ക്യാരക്ടർ. എന്താ പറയുക, ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര പൊളൈറ്റാണ്. തിരുമാലിയാണെങ്കിൽ തന്നെ ആളും ഭയങ്കര പൊളൈറ്റാണ്. ഭയങ്കര എന്താ പറയുക, കാര്യമായിട്ടുള്ള ഇടങ്ങേറുകളൊന്നും. അതായത് ഞാൻ ഇപ്പോൾ 2 പേരെ പരിചയപ്പെടുന്ന കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യുമ്പോൾ, കോസ്റ്റ്യൂം സ്റ്റൈലിങ് ചെയ്യുന്ന ആ സമയത്താ ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് എനിക്ക് ഡൗൺ ട്രോഡൻ ഉണ്ടല്ലോ, ഡൗൺ ട്രോഡൻസ് അല്ല, ട്രോഡൻ നമ്മുടെ മ്യൂസിക് വീഡിയോ ഒക്കെ
അപ്പം ഞാനും അവനും ഒരു റൂമിൽ ഷെയർ ചെയ്തിട്ടായിരുന്നു ഒരു അപ്പാർട്ട്മെൻറ്റ്, റസീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റസീൻ ത്രൂ എനിക്ക് ഫാഷൻ്റെ ഒരുപാട് വേറെ സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ട്രോഡൻ ത്രൂ എനിക്കിങ്ങനെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എനിക്ക് മനസ്സിലായി, ആസസ് സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ ഇതിൽക്ക് ആവുകയാണ് ഉണ്ടായത്. നീരജ് മാധവ് എന്നുള്ള ഫിനോമിന അതെങ്ങനെ ഉണ്ടായിരുന്നു? വല്ലാത്ത ജാതി. എനിക്ക് തോന്നുന്നത് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചില്ലായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. പിന്നെ ഭയങ്കര ചില്ല് മനുഷ്യനാണ്. നമുക്ക് ഇതേപോലെ വേറെ, അതായത് ഇതിൻ്റെ കുറച്ചും കൂടെ ഈ ഒരു സൈഡ്, അതായത് ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ നമുക്ക് ഇത്ര ആൾക്കാരൊക്കെ വെക്കാം, സ്റ്റൈലിങ് പരിപാടിയൊക്കെ പിടിക്കാം. അപ്പം ആ ഒരു സൈഡ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നമ്മൾ തന്നെ ഒക്കെ കൂടി ഓടി മണ്ടണ്ട ഉള്ള കാര്യത്തിലേക്ക് എനിക്ക് കുറച്ച് ഒരു സൈഡൊക്കെ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട് ആളുടെ കയ്യിൽ നിന്ന്. കാരണം എത്രയൊക്കെ ആയാലും നമ്മളോട് ഒറ്റയ്ക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു സ്റ്റേജ് വരുമ്പോൾ ഒന്നും കൂടെ ഒക്കെ ബെറ്റർ ആക്കി തുടങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ആളുടെ നിന്ന് കുറച്ച് ഐഡിയാസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പടത്തിലെ ഷൂട്ടിങ്ങിൽ ജയേട്ടൻ കണ്ടിട്ട് ഗ്രീറ്റ് ചെയ്തതിനു ശേഷം എന്താ ചോദിച്ചത് ആദ്യം? എനിക്ക് മകൻ പാട്ടൊക്കെ കേൾക്കും, ഇങ്ങനെ ട്രാക്കൊക്കെ കേൾക്കാറുണ്ട് എന്നുള്ള കാര്യത്തിലായിരുന്നു ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല, ജേട്ടാ ഞാൻ പടങ്ങൾ കാണാറുണ്ട്. ഓഫ് കോഴ്സ് നമ്മളെ ബാല്യം അവരിലൊക്കെ കൂടെ ആയിരുന്നല്ലോ. പിന്നെ ആ ചേട്ടൻ മകനായിട്ട് വന്നു, പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അവൻ ചെറുപ്പത്തിലൊരു ഷോർട്ട് ഫിലിം എന്തോ ഒരു ഡയറക്ട് ചെയ്ത ന്യൂസൊക്കെ ഞാനതൊക്കെ ഷെയർ ചെയ്തു. ഹാപ്പി മൂഡ്. വിനായകൻ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോമ്പിനേഷൻ സീൻസ് ആകുള്ളത് ഞാനിവിടെ, ചേട്ടനവിടെ. നമ്മള് ഇതുണ്ട്, ഈ ഒരു സാധനം ഉണ്ട്. പിന്നെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ പോയി സംസാരിക്കുക എന്നുള്ളതാണ്. വെറുതെ പോയിട്ട് ഹായ് ഹലോ ഞാൻ പറഞ്ഞിട്ട് വെറുതെ ആളെ ബുദ്ധിമുട്ടിക്കിട്ടല്ലോ. പടങ്ങളിൽ എന്ത് ഭാവി ഉണ്ടാവും വിചാരിക്കുന്നത്? പടങ്ങളുടെ ഭാവി സൂപ്പർ സ്റ്റാറൊക്കെ വെറുതെ മണ്ടത്തരം പറയല്ലേ ചേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ ജെനറ്റിക് പരമായിട്ടുള്ള നമ്മുടെ അപ്പിയറൻസിലും ഇതിനൊക്കെ ഇവിടെ നിന്നല്ല, മൊത്തത്തിൽ സ്റ്റിയറോ ടൈപ്പ് ഉണ്ടല്ലോ. പിന്നെ പടം എന്ന് പറഞ്ഞത് എന്റർടൈൻമെന്റ് ആണല്ലോ, അതിന് നമ്മൾ പിന്നെ വാശി പിടിക്കുകയും ചെയ്യരുതല്ലോ. അപ്പോൾ ഇപ്പോൾ ഓരോന്നിനും ഓരോ പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പർ സ്റ്റാർ ആവണം അങ്ങനെ ഒന്നുമില്ല. നല്ല ക്യാരക്ടേഴ്സ്, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ ഒരു ക്രേസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം. കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സൊക്കെ നോക്കിയെടുത്ത് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ട്. ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് ജോർജിയയിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ആളുകൾ കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ്, മൊത്തം ബോഡീനെ ആളുകൾ കൈകളിൽ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കുകയാണ്. അതെ അതെ, ജോർജിയത്തെ അതായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തെ ഷോയിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെ, അതായത് മലയാളത്തിൽ നിന്ന് ഒരാൾ പോയിട്ട് അങ്ങനെ ചെയ്യുന്നതൊക്കെ നമുക്ക് പുതിയൊരു കാഴ്ച. അതെ, നമ്മൾ കണ്ടിട്ടുള്ളത് അതുവരെയും ഗാനമേളകളൊക്കെ അല്ലേ. അപ്പൊ അതിൽ ഏറ്റവും ജനകീയനായിട്ട് വേണമെങ്കിൽ ഇപ്പം മണിച്ചേട്ട ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടാവും. പക്ഷെ ആളുകളുടെ കയ്യിൽ ഒരാളുടെ പെർഫോമറിന്റെ ശരീരം ഇരിക്കുകയാണ് ആ ഇഷ്ടം കൊണ്ട്. ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് പോലത്തെ ഒരു പരിപാടിയല്ലേ? ഉറപ്പായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഒരു രസമുള്ളൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് കറക്റ്റ് ഒരു റാപ്പ് കൾച്ചർ, അതിന്റെ ഒരു വേറെ സൈഡ് ഉണ്ട്. ഇതേപോലെ ഭംഗിയായിട്ട് ക്ലബിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഹാപ്പി ആയിരിക്കും, എല്ലാവരും ചില്ലായിരിക്കും. ആൻഡ് ദേ ആർ പേയിങ് ഫോർ അവർ കോൺസെർട്ട്. വെറുതെ ഇവിടുന്നും മറ്റേ അവിടെ ഉണ്ടാ പോയി നോക്കാം എന്താണ് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ. ഈ ഒരു മൂടല്ല അവിടെ വരുന്നത്. അതൊരു 600 പേരാണെങ്കിലും 300 പേരാണെങ്കിലും നമുക്ക് ഭയങ്കര ഫുൾഫില്ലായിരിക്കും പെർഫോം ചെയ്യുമ്പോൾ. കാരണം 300 പേരും പേ ചെയ്തിട്ട് നമ്മുടെ ആർട്ട് കേട്ടിട്ട് നമ്മുടെ വരികൾ അറിയാവുന്ന, നമ്മുടെ ട്രാക്കുകൾ അറിയാവുന്ന, നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മുടെ കലനെ ഇഷ്ടപ്പെടുന്ന 300 പേരായിരിക്കും. അത് നമ്മൾ പാടുമ്പോൾ കൂടെ പാടുക, അത് അളവിലല്ല. ആ ക്രൗഡ് എത്രത്തോളം മാസ് ആൾക്കാർ നമ്മളുടെ ആർട്ടിനെ കാണാൻ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഈ ജോർജിയയിൽ എനിക്ക് കിട്ടിയത് ആ ഒരു സാധനമായിരുന്നു. എൻ്റെ ഫസ്റ്റ് 1 മാൻ പരിപാടിയായിരുന്നു. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഒരു 25, 28 ബിലോ, 30 ബിലോ ഏജ് കാറ്റഗറി, they know what is Baby Jean, what is Baby Jean's track, and they are not offended just because of my lyrics or അപ്പം അതിൻ്റെ ഒക്കെ ഒരു എം ടി എന്നല്ല, ആ ഒരു
ഓപ്പൺ ആയിട്ടുള്ളൊരു സദസ്സായിരുന്നു എനിക്ക് അവിടെ. എനിക്ക് ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട, ഞാൻ ആ ഒരു ഒറ്റ ഇതിലായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു നമുക്ക് ആ ഒരു ഇതിലിങ്ങനെ ഉണ്ട്, ഇങ്ങനെ കിടന്നാൽ മതി എന്നുള്ളത്. അത് ഭയങ്കര ഒരു മൂമെൻ്റ് ആയിരുന്നു. അതാണ് എല്ലാം നമ്മുടെ ഇനി കുറച്ചാണെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനി ഓഡിയൻസിനെ TBJ എന്നുള്ള ലോക്കറ്റ് ഉണ്ടാക്കാൻ എങ്ങനെയാ വരുന്ന ഐഡിയ? അത് ദ ബേബി ജീൻ ചുരുക്കിയ ഫസ്റ്റ് 3 TBJ. ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുകയും, അപ്പം ഡോപ്പ് എന്ന് പറഞ്ഞിട്ട്, അപ്പം അതിൻ്റെ ലോഗോ ഞാൻ ഡിസൈൻ ചെയ്തു, ഡോപ്പ് ഐസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളത് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് കൊണ്ടുപോകണം. അപ്പം നമ്മൾ ആ ഒരു ബ്രാൻഡിൽ നിന്ന് ഡോപ്പ് ഐസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ചെയ്തതാണ് TBJ എന്നുള്ള സാധനം. നമ്മളൊരുപാട് അവനിപ്പോൾ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് UK തിരിച്ചു വരും. പൂർവാധികം ശക്തിയോടെ ഒന്നും കൂടെ പ്രീമിയം ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടി പാട്ടുണ്ടാക്കണത് എങ്ങനെയുണ്ട്? നമുക്ക് സ്വന്തമായിട്ട് ട്രാക്ക് ഉണ്ടാക്കണത്തൊരു സാറ്റിസ്ഫാക്ഷൻ തരില്ല. അത് കൂടുതലും ഒന്നല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് സംബന്ധമായിട്ടുള്ളൊരു വരികളും വരുന്നടാ എന്നൊക്കെ, അല്ലെങ്കിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സെൽഫായിട്ട് ട്രാക്ക് ഉണ്ടാക്കണത് ഇഷ്ടം. പക്ഷെ മലയാള സിനിമയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റി അതിന് ഭാഗ്യം ഉണ്ടാവുക, റെക്കഗ്നീഷൻ കിട്ടുക, അതിൽ നിന്ന് പൈസ കിട്ടുക, സമ്പാദിക്കാൻ പറ്റുക, ഇതൊക്കെ പുതിയ കാര്യമാണ് ഫ്രം ദിസ് ജോൺറെ. അപ്പം അതിനൊക്കെ ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം നമുക്ക് വേറെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എന്താണേലും കിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു ഇതുണ്ട്. അതായത് ഒരു എഴുത്തിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ചെറിയൊരു അങ്ങോട്ടുള്ള വേരിയേഷൻ മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലതാണ്. ഒരുപാട് ട്രാക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വേറെ ആർട്ടിസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് നല്ല ട്രാക്കുകൾ ഉണ്ടാവുന്നില്ലേ. ഇപ്പം നമ്മുടെ കുതന്ത്രം, അതുപോലെ നമ്മുടെ ഇലുമിനാറ്റി, മണവാളതകി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നില്ലേ ഹിപ്പ് ഹോപ്പിന് തന്നെ. അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പടം ത്രൂ നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു സൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളുടെ ഓഡിയൻസിനെ നമുക്ക് നഷ്ടപ്പെടുന്നൊരു ഇത് വരും. കാരണം ഞാൻ കണ്ട ബേബിജിന് ഇതല്ല. ബേബിജിന്റെ കയ്യിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. അവർ വിചാരിക്കുന്നത് നമ്മളാണ് ഇതിൻ്റെ ലിറിക്സ് എന്നും, അല്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് എലമെന്റ് നമ്മുടെയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മളെ ലിറിക്സ് ആണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ നോക്കിയിട്ടാണ് എഴുതുന്നുണ്ടാവും. അപ്പം അവർക്ക് ഇതെന്താ അത്ര ഡെപ്തിലൊന്നും ആയിട്ടില്ലല്ലോ, 1, 2, 3 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഇതുണ്ട്. അന്ന് ഫോണിലൂടെയൊക്കെ കരഞ്ഞു വിളിച്ചിരുന്ന അമ്മ ഇപ്പം ഹാപ്പി അല്ലേ? പിന്നെ മണി ടോക്സ്. പണം ഉണ്ടാവട്ടെ. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ബേബിജി എന്നുള്ള ആർട്ടിസ്റ്റിനൊരു യുണീക്നെസ് ഉണ്ട്. ലുക്സിലായാലും ശരി, വരികളിലായാലും ശരി, വരികളിൽ പറയുന്ന ഈ എല്ലാം തുറന്നു പറയാനുള്ള ഒരു രസമുണ്ട്, ഒരു ക്വർക്കിനെസ് ഉണ്ട് ബേബിജിന്. അതെന്തായാലും തുടർന്ന് പോട്ടെ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.